ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പക്ഷെ പഴയ കണ്ടന്റാണ്. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് ടീക്വുഡ് ഫ്ലവർ പ്രിസർവേഷൻ ആണ്. നമ്മളെ വെഡ്ഡിങ് ഫ്ലവർ പ്രിസർവേഷൻ. സോ ഇത് ഒരു 3-4 വീഡിയോ ആയി. ടീക്വുഡ് ഫ്രെയിം മാത്രം ഫ്ലവർ പ്രിസർവേഷൻ മാത്രം ചെയ്യുന്നത് അത്രയും വീഡിയോ ആയി. അപ്പോൾ എനിക്ക് കിട്ടുന്ന വർക്കുകളല്ലേ ചെയ്യാൻ പറ്റും. അപ്പം ഇന്ന് ഞാൻ എന്താ വെറൈറ്റി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. എന്തൊക്കെ സാധനങ്ങൾ വേണം, എവിടെ നിന്നൊക്കെ വാങ്ങിച്ചത്, പിന്നെന്തുവാ അഡീഷണൽ ആയിട്ട് കുറച്ച് സെറ്റപ്പ് ഒക്കെ പുതിയതായിട്ട് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം, വലിച്ചു നീട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൂടെ പറയുന്നതുകൊണ്ട് വീഡിയോ അല്പം ലെങ്ത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് 2x സ്പീഡിലിട്ട് കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണുക. ഇപ്പം അത്യാവശ്യമുള്ളവരാണെങ്കിൽ ഫുള്ളും കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പറയുന്നതിന് മുന്നേ എൻ്റെ ഓഡിയോ ക്ലിയർ അല്ല എന്ന് പറഞ്ഞു. ഇത് പകലാണ് ഷൂട്ട് ചെയ്യുന്നത്. വോയിസ് ഓവർ കൊടുക്കാമെന്ന് വെച്ചാൽ ഞാൻ ഈ ഇരുന്ന് ആക്ട് ചെയ്യുന്നതൊക്കെ ആര് കാണാനാണ് പിന്നെ. അപ്പം നേരിട്ടങ്ങ് വോയിസ് എടുക്കാമെന്ന് വെച്ചു. പിന്നെ മൈക്കൊന്നുമില്ല, അതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ഫോണിൽ കേൾക്കുമ്പോൾ നല്ല വോളിയം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, നിങ്ങളുടെയൊക്കെ ഫോണിൽ എങ്ങനെയാണ് കേൾക്കുന്നതെന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. മാക്സിമം എല്ലാവരും ഇയർഫോൺ വെച്ച് കേട്ട് നോക്കും, മനസ്സിലാവുമായിരിക്കും. പിന്നെ ഇവിടുത്തെ കാക്കകളും പൂച്ചകളും റോഡിൽ കൂടെ പോകുന്ന വണ്ടികളും അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഡിസ്റ്റർബൻസ് ഉണ്ട്. അതെനിക്ക് മനസ്സിലായി. എന്നാലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എത്രയും വേഗം ഞാൻ മൈക്ക് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ടീക്വുഡ് ഫ്രെയിമാണ്. ഇത് ഇൻസ്റ്റാ പേജിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇതുപോലെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2-3 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 പേരുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. 1-2 പേര് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് എവിടെയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഇത് ഞാൻ വേറൊരു പേജിൽ നിന്ന് വാങ്ങിയതാണ്, അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിം 10x10 ഇഞ്ച് സൈസാണ്. ഇതിനകത്താണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ അഡീഷണൽ വാങ്ങിയെന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഇതൊരു ബ്ലോ ടോർച്ചാണ്. ഇത് റെസിനിനകത്ത് ബബിൾസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വെച്ചത് ഫോട്ടോയുടെ കാര്യമാണ്. ഫോട്ടോയുടെ കാര്യം 2-3 വീഡിയോസിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കമൻറ്റ്സ് പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട്, ഞാൻ ക്യാൻവ ആപ്പിൽ എഡിറ്റ് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് എത്ര സൈസിനുള്ള ഫോട്ടോ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് സ്റ്റുഡിയോയിൽ കൊണ്ട് കൊടുക്കാം. മീൻസ് വാട്സപ്പോ മെയിലെയോ എന്താന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക. അവർ പ്രിൻ്റ് എടുത്ത് തരും. അപ്പോൾ അവരെടുത്ത് പറയണം ഇത് ലാമിനേറ്റ് ചെയ്ത് തരണമെന്ന് പറയും. ഇതിനൊരു ഗ്ലോസി ലാമിനേഷനോ അങ്ങനെ എന്തോ പറയുന്നത്. അപ്പം ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മണ്ടയിൽ കൂടെ വരും. അപ്പോൾ നമുക്ക് റെസിൻ ചെയ്താലും ഫോട്ടോയ്ക്ക് കേടുപാടൊന്നും കൂടാതെ കിട്ടും. അതിന് വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്. അപ്പോൾ അല്ലാതെ വെറും ഫോട്ടോ പ്രിൻ്റ് എടുത്ത് വെച്ചാൽ അതിൻ്റെ ഇങ്കൊക്കെ പോയി ആകെ നാശമാവും. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, ഫോട്ടോ ലാമിനേഷൻ ചെയ്യുക. ഇനി എന്തോ അതിനകത്ത് അറിയേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ ടീക്വുഡ് ഫ്രെയിം ചെയ്തപ്പം ബാക്ക് സൈഡിൽ നിന്ന് ഒരുപാട് ലീക്കേജ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ പേജിൽ നിന്നല്ല ഞാനിപ്പോൾ ഇത് വാങ്ങിയത്. അതിൻ്റെ സൈഡൊക്കെ ഇത്തിരി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലീക്കേജ് ഉണ്ടായത്. ഇതിപ്പം ലീക്കേജ് അധികം ഇല്ല, പൊട്ടിയിട്ടില്ല. സൈഡൊന്നും അധികം പൊട്ടിയിട്ടൊന്നുമില്ല. എങ്കിലും ഞാൻ ഒരു മാസ്കിംഗ് ടേപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡ് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റെസിൻ ഡ്രിപ്പ് ആവുന്നുള്ളൊരു പേടി വേണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം വാങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഫ്ലവറാണ്. ഫ്ലവർ ഒരു ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോയി. പിന്നെ കളറൊക്കെ ഡള്ളായിട്ട് പോയിട്ടുള്ള ഒരു ഫ്ലവറാണ്. എങ്കിലും നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാം. റെസിൻ കൂടെ ഒഴിച്ച് വരുമ്പോഴത്തേന് ഇച്ചിരി കൂടെ ഒക്കെ കളർ തോന്നിക്കും. നമുക്ക് നോക്കാം എങ്ങനെ കിട്ടുമെന്നുള്ളത്. വേറെ നമുക്ക് ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ നെയിമും കാര്യങ്ങളുമാണ്. നെയിമും ഡേറ്റും കൂടെ നമ്മൾ വിനൈൽ സ്റ്റിക്കർ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ അതിനെപ്പറ്റിയൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അത് ഞാൻ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ഡിജിറ്റൽ സ്റ്റുഡിയോയിൽ പോയിട്ടാണ് ആ സ്റ്റിക്കർ ചെയ്തെടുത്തത്. അവിടെ അത്യാവശ്യം റേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് വേറൊരു സ്റ്റുഡിയോയിൽ പോയി അത് ചെയ്യാതെ അവിടെ ചെയ്യുമോ എന്ന് അറിയത്തില്ല. അവിടെ പോയി നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് എൻ്റെ കൂടത്തിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ആ സ്റ്റിക്കറിൻ്റെ കാര്യം അന്നേരം പറയാം. എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് ലെയറിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, തൊട്ടടുത്ത ലെയറിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് റെസിനാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു റെസിനാണ്, ഈപ്പോക്ക് ആർട്ട് റെസിൻ എന്നാണ് പറയുന്നത്. ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം.
ഇതാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ബബിൾ റിമൂവർ സൊല്യൂഷനൊക്കെ വേണം, അത് ഞാൻ കാണിച്ചു തരാം. അതിന് പകരമായിട്ട് നമുക്ക് ബ്ലോ ടോർച്ച് യൂസ് ചെയ്യാൻ തോന്നുന്നു, നോക്കാം നമുക്ക്. പിന്നെ എന്താ, വേറെ വെയിങ് മെഷീൻ ഉണ്ട്, അതൊക്കെ എല്ലാ വീഡിയോസിലും കാണിക്കുന്നത്, ജസ്റ്റ് പറഞ്ഞു പോകാം. വെയിങ് മെഷീൻ വേണം. പിന്നെ പേപ്പർ കപ്പ്, അത് വലിയ സൈസാണേലും കുഞ്ഞു സൈസാണേലും ഏതാണേലും മതി, അത് വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് റെസിൻ ഫ്ലവർ പ്രിസർവേഷന് വേണ്ടി വരുന്നത്. പിന്നെ ഒരു കാര്യം, ഇതിനകത്ത് ഹാങ് ചെയ്യാനുള്ള മറ്റേ സാധനമുണ്ടല്ലോ, ഹുക്ക്, അത് ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടില്ല. മുന്നേ വാങ്ങിയ ഫ്രെയിമിൻ്റെ കൂട്ടത്തിൽ അത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഫ്രെയിം ഓർഡർ ചെയ്യാത്തത് അതിൻ്റെ സൈഡിലെ ലീക്കേജ് വന്നതുകൊണ്ടാണ് വേറൊരു പേജ് നോക്കിയത്. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആണ്, പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ ഹുക്ക് വന്നിട്ടില്ല. ഇനി അത് അന്വേഷിച്ച് നടക്കണം, അത് അന്വേഷിച്ചിട്ട് തപ്പിയിട്ട് ഇതിനകത്ത് ഡ്രില്ല് ചെയ്താൽ വെക്കുന്നത്, അത് ഞാൻ വീഡിയോ ഇടാം കേട്ടോ. കഴിഞ്ഞതിന് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, ഇതിനകത്ത് ഞാൻ വീഡിയോ ഇടാം. ഓക്കെ, അപ്പം ഇത്രയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ പരിപാടികളിലേക്ക് കിടക്കാം. ഓരോരോ സ്റ്റെപ്പ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ബാക്കി വോയിസ് ഓവർ ചെയ്യാം. ബൈ. 10x10 ഇഞ്ചസ് സൈസ് വരുന്ന ഒരു ടീക്വുഡ് ഫ്രെയിമാണ് ഫ്ലവർ പ്രിസർവേഷന് വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഫ്രെയിം ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിനൊപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇതിൻ്റെ കൂട്ടത്തിൽ ഹുക്ക് വന്നിട്ടില്ല. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഹാങ് ചെയ്തിടാൻ പറ്റിയ ഒരു ഹുക്ക് വരുന്നുണ്ട്, അത് വന്നിട്ടില്ല. അപ്പം ഹുക്ക് വരുന്ന ടൈപ്പ് ഫ്രെയിം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പം അത് ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം, വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തന്നെ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലോട്ടൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ട്, അത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. ഇത്തിരി ടഫാണ്, എങ്കിലും അത് റിമൂവ് ചെയ്തെടുക്കുക. അതിൻ്റെ ബേസ് വരുന്നത് അക്രിലിക് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, അക്രിലിക് ഗ്ലാസ് പോലത്തെ ഒരു സംഭവമാണ് അതിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. അപ്പം അത് റിമൂവ് ചെയ്തെടുത്തിട്ടാണ് നമുക്ക് വർക്ക് തുടങ്ങാനായിട്ടുള്ളത്. ഇനി നമുക്ക് റെസിൻ മെഷർ ചെയ്തെടുക്കാം. അതിനുവേണ്ടി വെയിങ് മെഷീൻ പ്ലേസ് ചെയ്തു. 60 ml റെസിനും 20 ml ഹാർഡനറുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം ബാച്ചായിട്ട് ചെയ്യുമ്പം ബബിൾസ് ഒക്കെ ഉണ്ടാകുന്നത് മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റും. കുറേശ്ശെ എടുക്കുമ്പോൾ അത്രയും നല്ലതാണ്, പക്ഷേ അത്രയും ടൈം കൺസ്യൂമിങ് ആണ് കുറേശ്ശെ എടുത്ത് ചെയ്യാനായിട്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ. ഇനി നമുക്ക് ഇത് സ്ലോ ആയിട്ട് മിക്സ് ചെയ്ത് ബബിൾസ് ഒന്ന് ഫോം ചെയ്യാതെ ഒരു 3 minutes മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്ത് ഇതിൻ്റെ 4 സൈഡും ഒന്ന് കവർ ചെയ്തെടുക്കുക. ബാക്ക് സൈഡാണേ, 4 സൈഡും നല്ല വൃത്തിയായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇതിൻ്റെ യൂസ് നമുക്ക് വീഡിയോയുടെ എൻഡിൽ ഞാൻ കാണിച്ചു തരാം, എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണമെന്നുള്ളത്. പുറമേ നോക്കുമ്പം യാതൊരു ബ്രേക്കേജോ കാര്യങ്ങളോ ഒന്നും വിസിബിൾ ആയിരിക്കത്തില്ല. പക്ഷേ നമ്മൾ ചെയ്ത് ലാസ്റ്റ് വരുമ്പോഴാണ് എല്ലാം മനസ്സിലാവുന്നത്. അത് ഞാൻ വീഡിയോയുടെ എൻഡിൽ കാണിച്ചു തരാം. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റെസിനകത്തോട്ട് ഞാൻ പിഗ്മെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് റെഡ് കളർ പിഗ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് നോക്കി, ഇതിനകത്ത് ബബിൾസ് ഉണ്ടോ? ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബ്ലോ ടോർച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇത് റീസെൻ്റായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു ഫ്രെയിം ചെയ്തപ്പോൾ ബബിൾ റിമൂവർ സൊല്യൂഷൻ യൂസ് ചെയ്തതേ ഇല്ല, ഹീറ്റ് ഗണ്ണാണ് യൂസ് ചെയ്തത് അത്രയും. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിയുമ്പോൾ തന്നെ ബബിൾസ് എല്ലാം പോകുന്നുണ്ട്. ഒരുപാട് ഹീറ്റ് ചെയ്യാനും പാടില്ല, എന്നാൽ യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ബബിൾസൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് റെസിൻ നമ്മൾ ഫ്രെയിമിലോട്ട് ഒഴിച്ച് ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. കാരണം നമ്മുടെ ഫ്ലവേഴ്സ് ഭയങ്കര ഡ്രൈ ആയിട്ട് കളറില്ല, അതുകൊണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഒരു റെഡ് കളർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് എഫക്റ്റീവ് ആയിരിക്കുമെന്ന് തോന്നി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവേഴ്സ്. ഫംഗസൊക്കെ വന്നിട്ട് കളറെല്ലാം ഡള്ളായതാണ്. ഞാൻ അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ട് കുറച്ച് പെറ്റൽസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെറ്റൽസൊക്കെ ഇടാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. അങ്ങനെ എടുത്തിട്ട് ഞാനത് ബോർഡറിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു, 4 സൈഡും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിഡിലായിട്ട് നമ്മൾ ഫോട്ടോ പ്ലേസ് ചെയ്യുക ചെയ്തത്. റെസിൻ ചെയ്യുമ്പോഴുള്ള കുറച്ചധികം പണികളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ലെയർ ചെയ്ത് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞാൽ ബാക്കി ലെയർ ചെയ്യാൻ പോയത്. അപ്പോൾ അതിൻ്റെ ബോട്ടിൽ തുറക്കാൻ നോക്കിയിട്ട് ജമ്മം ചെയ്താൽ പറ്റുന്നില്ല. പിന്നെ അച്ഛൻ അന്ന് വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് എന്തോ ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ട് അത് തുറന്നു തന്നു. അപ്പോൾ റെസിന് അതിൻ്റെ അടപ്പിലൊക്കെ ഇരുന്നിട്ട് ടൈറ്റായി പോയതായിരിക്കും. അപ്പോൾ 2ാമത്തെ ലെയർ ഞാൻ പോർ ചെയ്യാൻ പോവാണ്. ഫോട്ടോ എല്ലാം റെസിനകത്തിരുന്ന് സ്റ്റിക്കായിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഇളകി പോകത്തൊന്നുമില്ല. അങ്ങനെ ബാക്കി ലെയർ നമ്മൾ ഒഴിച്ചു. പിന്നെ നമ്മൾ ബീഡ്സ്, ഫ്ലവേഴ്സിനകത്ത് ഹാരത്തിനകത്തുണ്ടായിരുന്ന ബീഡ്സ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ വീണ്ടും അടുത്ത ലെയർ ഓഫ് റെസിൻ പോർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ബാച്ചായിട്ടാണ് ഞാൻ റെസിൻ കൊടുക്കാറുള്ളത്, അതുകൊണ്ട് നമുക്ക് ബബിൾസിൻ്റെ ഒരു ഇഷ്യൂ അധികം ഉണ്ടാവുന്നില്ല.
ഇനി ഇതിനകത്തൊരു കുറച്ചും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് ഗോൾഡൻ ഗ്ലിറ്റേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഫ്ലവേഴ്സ് ഇച്ചിരി ഡള്ളായതുകൊണ്ട് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലിറ്റേഴ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അടുത്ത ലെയർ ഓഫ് റെസിൻ പോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു 6-7 തവണ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് 60 ml 120 ml ഒക്കെ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബ്ലോ ടോർച്ച് വെച്ചിട്ട് ആണ് ബബിൾസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുള്ളത്. ഹലോ, ഇന്ന് നമ്മുടെ റെസിൻ ഫ്രെയിമിൻ്റെ 11ാമത്തെ ദിവസമാണ്. അപ്പോൾ 11ാമത്തെ ദിവസം ഞാനിത് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ. അപ്പം ഫൈനൽ ലെയറും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇനി നമുക്ക് ഇതിനകത്ത് റെസിൻ സ്റ്റിക്കറാണ് ഒട്ടിക്കാനുള്ളത്. അതിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇത് 11 ദിവസം എടുക്കാൻ കാരണം മഴയുള്ള ദിവസങ്ങളിൽ ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല ക്ലൈമറ്റുള്ള ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മുന്നേയൊക്കെ അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ തിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് റെസിൻ സ്റ്റിക്കറാണ് ചെയ്യാനുള്ളത്. ഇതിനകത്ത് വെച്ചിട്ട് ഫൈനൽ കോട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ അതിൻ്റെ സ്റ്റിക്കറിൻ്റെ കാര്യം പറയാം. മുന്നത്തെ വീഡിയോയിൽ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഒരു ഡിജിറ്റൽ സ്റ്റുഡിയോ എന്നാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനിപ്പം നമുക്ക് അടുത്തുള്ളൊരു ഈ നമ്പർ പ്ലേറ്റ് ഒക്കെ ചെയ്യുന്ന വണ്ടിയുടെ സ്റ്റിക്കറൊക്കെ അടിക്കുന്ന കട ഉണ്ടല്ലോ, അതിനെന്തോ പറയുന്നത്, അതൊരു സ്റ്റുഡിയോ എന്നൊക്കെ തന്നെ എഴുതിയേക്കുന്നത്. അപ്പം അവിടെ പോയിട്ടാണ് ഞാൻ ഈ സ്റ്റിക്കർ എടുത്തത്. ഇത് വിനൈൽ സ്റ്റിക്കർ എന്നാണ് പറയുന്നത്. ഇതിനെനിക്ക് 100 രൂപയ്ക്കകത്തേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിനകത്ത് ഒട്ടിക്കുന്നതെന്നൊക്കെ വീഡിയോ കാണിച്ചു തരാം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ബാലൻസ് വീഡിയോ ചെയ്യാം. ഇനി ഇത് സ്റ്റിക്ക് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് വീഡിയോ കാണുന്നത് പോലെ സംഭവം കട്ട് ചെയ്തെടുക്കുക. നെയിം ഞാൻ ടോപ്പിലും ഡേറ്റ് ഞാൻ താഴെയായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആ സ്റ്റിക്കർ അതിൻ്റെ മുകളിലുള്ള കവറൊക്കെ ഷോപ്പിൽ നിന്ന് തന്നെ ചെയ്തു തരുന്നത്. നമ്മൾ ജസ്റ്റ് കൊണ്ടുവരെ ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കാം. എന്നിട്ടത് ഇളക്കിയെടുത്ത് ഫ്രെയിമിലോട്ടൊന്ന് പ്ലേസ് ചെയ്താൽ മാത്രം മതിയാവും. വലിയ ടഫായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഫൈനൽ കോട്ട് എടുത്തപ്പോൾ ഇങ്ങനെ ക്ലൗഡി ആയിപ്പോയി. അപ്പോൾ ഞാൻ ആ റെസിൻ എടുത്തതേയില്ല. മുന്നേയൊക്കെ പണി കിട്ടിയിട്ടുള്ളത് കൊണ്ട് എടുത്തതേയില്ല. അതിന് വേണ്ടി ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ബൗളിനകത്ത് വലിയൊരു പാത്രത്തിനകത്ത് വെള്ളം എടുത്ത് ചൂടാക്കിയിട്ട് നമ്മുടെ റെസിൻ്റെ ബോട്ടിലും ഹാർഡനറുടെ ബോട്ടിലും ഒന്ന് ഡിപ്പ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് റെസിൻ എടുത്തു. അന്നേരം നല്ല വാട്ടർ കൺസിസ്റ്റൻസിയിൽ കിട്ടി. അപ്പം ക്ലൗഡി ആയിട്ടിരിക്കുവാണെങ്കിൽ ഒഴിക്കുകയോ ചെയ്തത്. മേ ബി അതൊരു ക്ലൈമറ്റ് കണ്ടീഷൻ കാരണമായിരിക്കും, കോൾഡായിട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ആയത്. അപ്പം നമ്മുടെ ഫ്രെയിമിൻ്റെ ബാക്കിലുള്ള ആ സ്റ്റിക്കർ മറ്റേ ടേപ്പിൻ്റെ പേര് മറന്നുപോയി, ഈശ്വര, ആ പേപ്പറൊക്കെ ഇളക്കി കളഞ്ഞപ്പോഴേ കണ്ടോ അതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു റെസിൻ ഡ്രിപ്പായിട്ടിരിക്കുന്നത് കണ്ടോ. അപ്പം നമ്മളത് ടേപ്പ് ഒട്ടിച്ചില്ലായിരുന്നെങ്കിൽ അത് നമ്മുടെ ടേബിളിലൊക്കെ വീണ് ആകെ നാശമായേനെ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഫ്രെയിമിന് ഞാൻ ഹുക്ക് ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ പുറത്ത് കൊണ്ടുപോയാണ് ഫ്രെയിമിൻ്റെ അത് വെപ്പിച്ചത് കേട്ടോ. അതൊരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ടാണ് ചെയ്തത്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ എൻ്റെ അച്ഛനാണ് ചെയ്തു തന്നെ. അപ്പോൾ ഈ ഹുക്ക് ഞാൻ അന്വേഷിച്ച് ഒരുപാട് കടകളിൽ നടന്നു. അപ്പോൾ അത് കിട്ടിയില്ല. അങ്ങനെ ഞാൻ പിന്നെ പുറത്തൊരു കടയിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഹുക്കും വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ടീക്ക് വുഡ് ഫ്രെയിമിൻ്റെ ജേണി എന്ന് പറയുന്നത്. ഒരു ഏകദേശം 15 ദിവസത്തോളം നമ്മുടെ വർക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ അതിനകത്ത് പൊടികളൊന്നും വീഴാതെ സൂക്ഷിക്കണം, ഒരു കവർ ചെയ്ത് വെക്കണം. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളതിന് രാത്രിയൊക്കെ ആണെങ്കിൽ ഇത് പോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നോക്കണം ബബിൾസ് പോലെ എന്നാലും വരുന്നുണ്ടോ, എന്തെങ്കിലും പൊടി വീഴുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ഒരു ഫൈനൽ ഔട്ട്പുട്ടിലെത്തുന്നത്. ഫ്ലവർ കുറച്ചും കൂടെ കളർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ സൺലൈറ്റ് അടിക്കുമ്പോൾ ഇതിനകത്ത് നല്ല കളറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇത് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ ഫ്രം ഡ്രീംസി ഫെദേഴ്സ്.